മിനുട്ടി എന്താ? നമ്മുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആണ്, ആണ്. പക്ഷെ നമുക്ക് കോമ്പറ്റീഷൻ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. നമുക്കൊരു ലിറ്റിൽ ഏഞ്ചലാവാം. ആയിക്കോട്ടെ. ആവാ. ആരാണ് വരുന്നത് അറിയോ? അറിയില്ലല്ലേ? ഇല്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്കറിയാവുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രീ പ്ലാൻ ആയിട്ട് പറയുന്നല്ലേ? ഇല്ല, എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം വൈദേഹിക്കുട്ടി. തുള്ളിത്തുള്ളിയാണ് വരുന്നത്. ഹലോ. ആരാ ഉടുപ്പ് പോലത്തെ പോ? അതെ മക്കളെ, ആ. വേണ്ടായിരുന്നു പക്ഷെ എന്താ പറ്റി? വേണ്ടായിരുന്നു. ശ്ശെ, എന്ത് ഞാന് ഓങ്ങി നോക്കി ആഗ്രഹിച്ച് ആ മനസ്സിലിങ്ങനെ കൊണ്ടുവച്ചിരിക്കായിരുന്നു ആ പോയ പല്ല്. ഇപ്പൊ 2 പോയി. ആണ് ഞാൻ ഓ. ചോദിച്ചത്. അതോ 4? ഇല്ല, ആഗ്രഹമില്ല. ഓ ശ്ശെ. കഴിഞ്ഞ തവണ തേടി വരും പാടിയപ്പോഴത്തേക്ക് 2 ഉണ്ടായിരുന്നു. ആ അത് പോയി. എന്ത്? തേടി വരും പാടുമ്പോ 3 പല്ലുണ്ടായിരുന്നു. ആ 3. ആ, 3 ഇപ്പൊ 1 പോയി. എത്രണ്ണം പോയി? 1 അപ്പൊ 4 ഇല്ല. ഒന്ന് പോയി. തേടി വരൂല് പാടുമ്പോ 3 പല്ല് പോയി. പോയി. പിന്നെ ഇപ്പൊ ഒന്നുകൂടെ പോയി. ഒരു പല്ലും കൂടി പോയി. പോയി. ഒരു അപ്പൊ പല്ല് 4 പല്ല് പോയി. മീനുട്ടി, എനിക്ക് വിഷമം വരൂലേ? പിന്നെ ഒന്ന് എന്താ പറഞ്ഞോളൂ. അത് എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, റേഞ്ചറിന് അറിയത്തില്ല, ഇവിടെ സീസൺ 1 മുതല് ആരുടെയൊക്കെ പല്ല് പോയിട്ടുണ്ടോ അതൊക്കെ MG ഞങ്ങളിന് കൊടുക്കും. കളക്ട് ചെയ്ത് മ്യൂസിയം ഞാനൊരു ഉണ്ടാക്കാനായിട്ട്. ഷോപ്പില് പാവം, അതിന് ഡേറ്റ് ഒരുപാട് ഇട്ട് എഴുതി വിഷമമുണ്ട്. വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോളടുത്ത്, ആ. മോൾ അത് എവിടാ കളഞ്ഞേ? ഞാൻ വാഷറിലോ? കാട്ടിന്റെ പോയാ എന്നെ പാമ്പ് കടിക്കും. അല്ല വാഷിംഗ്. കാട്ടിലൊന്നും പോകണ്ട. ഒരു ബന്ധമില്ലല്ലോ. ഞാനില്ലേ ഈ പല്ലെടുത്തിട്ട് ചാടി കാട്ടിക്ക് എറിഞ്ഞു. ചാടി. ഓ ശരി. എവിടേക്കാ ചാടിയ? അങ്ങോട്ടേക്ക് എടുത്താൻ പോയാ എന്നെ പാമ്പ് കടിക്കും. പാമ്പ് കടിക്കത്തൊന്നുമില്ല. ചാട്ടി അതിനെ. എന്തായാലും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ആ പല്ല് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ അതെ. ഒരു 60 വയസ്സാകുമ്പോഴത്തേക്ക് 1 കോടി രൂപയ്ക്ക് ഒരാള് വന്നു. വന്നേ നമുക്ക് ലേലത്തിന് എടുക്കാനായിരുന്നോ വെക്കാൻ. പൈസ? ആ 1 കോടി രൂപ കിട്ടിയേനെ നമുക്ക്. അതൊക്കെ എന്ത്? വേറെ ഉണ്ടല്ലോ എന്നാണ്. ആ അതെ. ഇനി ഇത്ര പല്ലിരിക്കല്ലേ, എത്ര എണ്ണം പോവാൻ MG കിടക്കും. സാറിന്റെ പല്ലൊക്കെ അങ്ങനെ ലേലത്തിന് വെച്ചിട്ടുണ്ട്. എന്റെയൊക്കെ വെച്ചിരിക്കയാണ്. 32 എണ്ണം ഉണ്ട്. 32 കോടിയാ. പല്ലെല്ലാം പോയോ? കുറച്ചും കൂടെ ഇല്ലേ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. തരാം. പല്ലേ പോയോ? ഇനി എത്ര എണ്ണം എന്റെ കയ്യിലുണ്ട് അല്ലേ? 10 എണ്ണം ഉണ്ടോ ഇനി? ഇനി ഒരു 8-10 എണ്ണം കൂടെ കാണിയല്ലേ? ഉണ്ടാവും. 8-10 എണ്ണം ഉണ്ടാവും. 1 2 8-10 ഇപ്പൊ ഉള്ള പല്ല് വെച്ച് പാടാൻ പറ്റൂലേ? പറ്റൂ. അല്ലേ? മതി. ഞാൻ ഈ പല്ല് വെച്ച് പ്രാക്ടീസ് ചെയ്തതാ. ഈ തേടി വരുന്നുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? കേട്ടവരൊക്കെ ആൾക്കാര് പറഞ്ഞു ആ. നല്ല വൃത്തിക്ക് പാടി. വൃത്തിക്കും. ഇതേപോലെ തന്നെ പാടണം. എങ്ങനെ പാടിയെന്നാ പറഞ്ഞേ? നല്ല വൃത്തിക്ക് സോപ്പിട്ട് വൃത്തിക്ക് തേച്ച് പാടി. പിടിക്കണം. പിന്നെന്ത് പറഞ്ഞു? പിന്നെ നല്ല വൃത്തിക്ക് പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞു. വൃത്തി വേണം. ആണല്ലേ? മോളോട് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ പ്രത്യേക അന്വേഷണം പറഞ്ഞു. നമ്മുടെ പഞ്ചാബി ഹൗസിലൊക്കെ ജബ ജബ അല്ലേ, അതിലൂടെ ഡയലോഗ് കൊച്ചുങ്ങൾക്ക് ചിലപ്പോ ആ സിനിമയൊക്കെ അറിയായിരിക്കും. അറിയില്ലേ? അശോകൻ ചേട്ടൻ സിനിമയിലൊക്കെ അശോകൻ ചേട്ടൻ പറഞ്ഞേ കുഞ്ഞിനോട് അന്വേഷണം പറയണോന്ന് പറഞ്ഞു കേട്ടോ. ഉഗ്രനായിട്ട് പാടിയെന്ന് പറഞ്ഞു കേട്ടോ. താങ്ക് യു ചേട്ടാന്ന് പറഞ്ഞു. താങ്ക് യു അശോകേട്ടൻ പറഞ്ഞേരെ. താങ്ക് യു അശോകേട്ടാ. ഇത് മറ്റേ ഇത് യോത്തയിലെ പോലെ. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? കടവത്ത് തോണി, ആ കടവത്ത് തോണി എടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. വെരി ഗുഡ്. തുടങ്ങാം. പാടാം. അല്ല ഡീറ്റെയിൽസ് പറഞ്ഞില്ല എന്ന് പറ. ഓർമ്മിപ്പിക്കുക അവര്. ഡീറ്റെയിൽസ് പറഞ്ഞു. ആ ഡീറ്റെയിൽസ് പഠിച്ചോ? ഇതിനകത്ത് ഡയലോഗ് ഉണ്ടോ ഇതിനകത്ത്? 4 ഡയലോഗ് ഉണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് ആരുടെ, ആരുടെ? പിന്നെ എനിക്കോ, എനിക്കോ? ആ. എനിക്കോ? പിന്നെ ആ പിന്നെ ചിരി. അപ്പൊ മുറപ്പെണ്ണ് പടം. ഡീറ്റെയിൽസ് പറയണ്ടേ? പറയൂ. അതാ ഞാൻ തുടങ്ങി വിട്ടു തന്നതാ. അപ്പൊ മുറപ്പെണ്ണ് പടം. പിന്നെ സിനിമ മുറപ്പെണ്ണ്. പടമല്ല, സിനിമ. സിനിമ മുറപ്പെണ്ണ്. എഴുതിയത് പി ഭാസ്കരൻ മാസ്റ്റർ. സംഗീതം കൊടുത്തത് പി എ ബി ബി എ ബി എ ചിത. ചിദംബരനാഥ് സാർ. ആ വെരി ആ വർഷം 1965. വെരി ഗുഡ്. കഴിഞ്ഞ വർഷം അല്ലേ? അതെ അതെ. അല്ലേ? കഴിഞ്ഞ വർഷമല്ലേ മോളെ? എനിക്കറിഞ്ഞൂടാ. പിന്നെ പാടി തരാ.
പാടിയത് ജാനകി അമ്മയും ശാന്ത പി നായർ മേഡം. വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ കലക്കാൻ പോവാ. അതെ. ആ അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കേട്ടോ. ആ എല്ലാ അയ്യപ്പന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. കടവത്തി തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്തി തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. അവിടെ കാലത്തെ മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനകകീരാവിന്റെ കളിയാട്ടം. ഇന്ന് കാലത്തെ മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനകകീരാവിന്റെ കളിയാട്ടം. കനകകീരാവിന്റെ കളിയാട്ടം. എനിക്കോ കടവത്തെ തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കതകു ചെന്നമ്മ തുറന്നപ്പോൾ തൂണിന്റെ ചിറകിൽ നിന്നൊരു തത്തക്കിളിനോട്ടം. കതകു ചെന്നമ്മ തുറന്നപ്പോൾ തൂണിന്റെ ചിറകിൽ നിന്നൊരു തത്തക്കിളിനോട്ടം. ഇന്നേ തുളസിത്തലയ്ക്ക് വിളക്കുമായി ചെന്നപ്പോൾ കിളിവാതിലിലൊരുവന്റെ തിരനോട്ടം. കിളിവാതിലിലൊരുവന്റെ തിരനോട്ടം. ഇന്നേ കടവത്തെ തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. പഴയരി ചോറും വിളമ്പുമ്പോൾ ഒരുവൾക്ക് കരിവാള കയ്യിൽ ഒരു ചാഞ്ചാട്ടം. പഴയരി ചോറും വിളമ്പുമ്പോൾ ഒരുവൾക്ക് കരിവാള കയ്യിൽ ഒരു ചാഞ്ചാട്ടം. അയ്യോ പട്ടു കിടക്ക വിരിച്ചപ്പോൾ കാലിലെ പാദസരങ്ങൾക്ക് പരിഹാസം. പാദസരങ്ങൾക്ക് പരിഹാസം. ഇന്നേ കടവത്തെ തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. ഇന്നേ കാലത്തെ മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനകകീരാവിന്റെ കളിയാട്ടം. കനകകീരാവിന്റെ കളിയാട്ടം. ഇന്നേ കടവത്തെ തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തെ മഴവില്ലിൻ നിഴലാട്ടം. മക്കളെ ഭൈരവി, അല്ല പാട്ട്. ഇങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഭൈരവി. മക്കളെ വൈദേഹി, ആ ഈ ഒരു ഭയങ്കരിയ. കാരണം വേറൊന്നുമല്ല, ഈ പാട്ട് വെച്ചങ്ങ് സ്പ്രിഞ്ചിനി സൂപ്പറായിട്ട് പാടി കേട്ടോ. അടിപൊളിയായിട്ട് പാടി. പല്ലില്ലേലെന്താ ആ വാക്കുകൾ മനസ്സിലായപ്പോലെ. ചില ഇതൊക്കെ എന്താ പയേരി പയേരി എന്നൊക്കെ ആയിപ്പോയി. കുഴപ്പമില്ല, സാരമില്ല. എന്നാലും പഴയ അരിയാണെന്ന് മനസ്സിലാവുമല്ലോ, ഇല്ലേ? അതെ, അത്രയും പോരെ? അത് മതി. ആ, അതിന്റെ പിന്നെ ആവശ്യമുള്ളൂ. അല്ലാതെ പഴയരി ചോറ് അങ്ങനൊന്നും വേണ്ട. ചോജ് എന്നൊക്കെ പറയും, അത് കുഴപ്പമില്ല. നന്നായിരുന്നു. ചോറുണ്ടാകുമല്ലോ അല്ലേ? ചോറുണ്ടാക്കും. അപ്പം തന്നാ പോരെ. കുഴിയെണ്ണനോ? ആ, അത് തന്നെ. ആ, ഇല്ലല്ലാതെ. മക്കള് നന്നായിരുന്നു കേട്ടോ. ആ, അപ്പൊ ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ വലിയ കമന്റുകൾ പറയാനിരിക്കാണ്ട്. കാരണം
ഞങ്ങൾക്ക് എന്തുകൊണ്ട് തന്നില്ല ആരുടെ എന്ന് ഞാൻ ചോദിക്കാനിരുന്ന എനിക്കോ എന്നുള്ളത് അത് കേട്ടില്ല. ആ അത് മധു ചോദിക്കാനിരുന്ന ചിരിയെല്ലാം ഇവിടെ ചോദിക്കാനിരുന്ന റിമി. പക്ഷെ എല്ലാം കേറി പാടി. അപ്പൊ എന്തായാലും നന്നായിരുന്നു. ശുഭം. അത്രേ ഉള്ളൂ. ചക്കര കുട്ടി. ഓ ആ തേടി വരും കഴിഞ്ഞോടുകൂടി നമ്മുടെ എല്ലാം മനസ്സിൽ വേറൊരു സ്ഥാനം, വൈദേഹി എന്ന് പറയുന്ന വേറൊരു സ്ഥാനമായി പോയി. മാറി. ആ ഒരൊറ്റ പാട്ട് മതി ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു വിഗ്രഹം തച്ചുടഞ്ഞു. അത് വേറെ അർത്ഥം, ഇത് വേറെ അർത്ഥം. അത് എന്തിനാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഒരു വാക്ക് കിട്ടി. പറഞ്ഞു. അത് ഒരു വാചകം പറഞ്ഞോണ്ടിരിക്കും. എവിടുന്നോ ഒരു വാക്ക് കിട്ടി. ഒരു വാക്ക് കിട്ടി. പറഞ്ഞു. അത് കളയണ്ടല്ലോ നോക്ക് നിങ്ങൾക്ക് തന്നു, അത്രേ ഉള്ളൂ. ഒരു വിഗ്രഹം തച്ചുടച്ചു. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇതൊരു വേറൊരു ലെവലിലോട്ട് ഉയർത്തപ്പെട്ടു ഒരൊറ്റ പാട്ട് എന്ന് പറഞ്ഞു. ഈ പാട്ട് മോളെ ചക്കരെ അതിന്റെ ഇടയിൽ എങ്ങനെ നിനക്ക് സമയം കിട്ടട്ടെ ഈ ഡയലോഗ് വരെ പറയാൻ വേണ്ടി? ഒരാളെ നിർത്തിയാ വരുന്നെങ്കിൽ വേണം പറയാം. പക്ഷെ അതും കുഞ്ഞ് വേറൊരാൾക്ക് ശല്യം എന്ന് വെച്ചാൽ വർക്ക് ലോഡ് കൊടുക്കും അല്ലെ, സ്വന്തമായിട്ട് തന്നെ എനിക്ക് തന്നെ എല്ലാം ചെയ്യണം. അത് കലക്കി കേട്ടോ. ഇതെല്ലാം കൂടെ കനകക്കിനാവിന്റെ പുതിയ ട്യൂണ. അത് മോള് കമ്പോസ് ചെയ്ത. അതേതായിരുന്നടാ? ആ കനക ഒന്ന് മോളെ പാടിക്കേ. കാലത്തെ മുറ്റത്തു കേട്ടപ്പോൾ ഒരുവൾക്ക് കനകകീനാവിന്റെ അത് പുതിയ ട്യൂണാ കേട്ടോ. ഇപ്പൊ പാടിയതല്ലേ? അത് പുതിയ ട്യൂണാ. കനകക്കിനാവിന്റെ കയ്യിലുണ്ട്. പക്ഷെ കനകക്കിനാവിന്റെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ പഴയ ട്യൂണായി. അത് വിടുന്ന ഭയങ്കര ദേഷ്യപ്പെട്ടോണ്ടിരിക്കുന്നു. ആ ഞാനോ ദേഷ്യോ? എനിക്കോ? ഏയ് അങ്ങനെ ദേഷ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, കണ്ടിട്ടില്ലല്ലോ. തോന്നുന്നുണ്ടോ? ആ പാവല്ലേ, പഞ്ചപാവം. വൈദേഹി കുട്ടി മിടുക്കിയാട്ടോ, നന്നായിട്ട് പാടി. ആണല്ലേ, അറിയാല്ലേ? ആ നന്നായിട്ട് പാടി. നേരത്തെ പറഞ്ഞില്ലേ തേടി വരും കണ്ണുകളിൽ, മധുവങ്കളിന്റെ അടുത്ത് കൊറേ പേര് പറഞ്ഞു. അത് കൊറേ പേര് പറഞ്ഞു ആ കുട്ടി എന്നാലും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് നന്നായിട്ട് ആ കുട്ടി പറഞ്ഞു, ശരിക്കും ഹൃദയത്തിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അത് എന്റെ അടുത്ത് കൊറേ പേര് പറഞ്ഞു. ഓക്കെ, എന്റെ നാട്ടിലും കൊറേ പേര് പറഞ്ഞു. ഹൃദയത്തിൽ ടച്ച് ചെയ്ത. ഓ ശരി ശരി. ആഹാ, ഇതും ഉഗ്രനായിട്ട് പാടി. ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു ഈ പാട്ടിന്റെ ഇപ്പൊ പാടിയത്? ആ പറയുമ്പോ കടവത്ത് എന്ന് പറയുന്നുണ്ട്, പാടുമ്പോ കടവത്തി എന്നായി പോണു. കടവത്ത് എന്ന് പാടി കേക്കട്ടെ. കടവത്ത് ആ ഒന്ന് ശരിയാക്കിയാ മതി. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പല്ലിന്റെ ഇടയിലോട്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്. ആ ആക്ഷനൊക്കെ കൊള്ളാം സംഗതി പാടുമ്പോ. കയ്യോണ്ട് ഓൾ ദ ബെസ്റ്റ്. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൊകുരേ. ടാറ്റ. അപ്പൊ ടാറ്റ.